അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതുണ്ടോ ഞാൻ ലൈവായിട്ട് പോളിഗ്രാനൈറ്റ് നമ്മൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പോവാണ്. ഓ അങ്ങോട്ട് തീയിട്ടു അല്ലേ? അതെ, ഇത് തുടച്ചു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് വരികയാണ് അല്ലേ? ക്ലിയർ ആയിട്ട് വരും. നമ്മുടെ ഈ സോഫിറ്റ് ഫ്ലൂട്ടഡിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താ അറിയോ? ഇതുപോലെ നമുക്ക് ഇങ്ങനെ പില്ലേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഒരു ഐറ്റം കണ്ടേ നിങ്ങൾ എന്താ പറയാ, കരിങ്കല്ലാണെന്നല്ലേ? ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. SPC ഫ്ലോറിംഗിൽ ഉണ്ടല്ലോ, നമ്മൾ വെള്ളം ഒഴിച്ച് കാണിക്കാൻ പോവാൻ ജസ്റ്റ് ഒന്ന് തുടച്ചു കളഞ്ഞു. ഇനി ടൈലിന്റെ മാർബിളിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് മതി, വേറൊരാളുടെ ആവശ്യമേ ഇല്ല. ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്ത് അങ്ങ് ഇട്ടിട്ട് പോയാൽ ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ വാളിലേക്ക് കൊടുത്ത് ഇവിടെ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് പോയാൽ. FG റോഡിൽ നിന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് അടുത്തായിട്ട് പാനായിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബിസിനസ് ബെഞ്ചിലാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിന് ആവശ്യമുള്ള ഫ്ലോർ ചെയ്യാൻ, വാള് ചെയ്യാൻ, സീലിംഗ് ചെയ്യാനുള്ള പല ടൈപ്പ് പ്രോഡക്റ്റും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ബിസിനസ് ബെഞ്ച് എന്ന് പറയുന്നത്. എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ബിസിനസ് ബെഞ്ചിലെല്ലാം നമുക്കൊന്ന് കാണണ്ടേ? നേരെ ബിസിനസ് ബെഞ്ചിന്റെ വിശേഷങ്ങളിലേക്ക്. ബിസിനസ് ബെഞ്ചിലെ ഷഹാനയാണ് ഇപ്പൊ കൂടെ ഉള്ളത്. നിങ്ങൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? നമ്മളിപ്പോ ഒരു 10 വർഷത്തിന് മുകളിലായിട്ട് ചെയ്യുന്നതാണ്. 10 വർഷം കഴിഞ്ഞു. എന്തൊക്കെ പ്രോഡക്റ്റ് നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഇവിടെ മെയിൻലി ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ പ്രോഡക്ട്സ് ആണ് വരുന്നത്. എനിക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ഒക്കെ ഒന്ന് ഡയറക്റ്റ് ഒന്ന് കാണാം, നമുക്ക് അതിലേക്ക് കിടക്കാം. അതിലേക്ക് പോവാം. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പോളിഗ്രാനൈറ്റ് ഷീറ്റ്. ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വാളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പെയിന്റ് അടിക്കേണ്ട, പുട്ടി അടിക്കേണ്ട, അതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഒരു 5 തവണ പെയിന്റ് അടിക്കുന്ന കാശുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ തവണ നമ്മൾ ചെയ്താൽ മതിയാവും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പ്രിന്റ് ഇതിൽ ഉണ്ടാവും, അപ്പൊ അത് നമുക്ക് ഡയറക്റ്റ് അങ്ങ് വാളിലേക്ക് കൊടുക്കാം. നല്ല സൂപ്പർ ആയിട്ട് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. എത്ര കളേഴ്സിൽ ഇത് വരുന്നുണ്ട്? നമുക്ക് 52 പാറ്റേൺസിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ ഇത് എവിടെയൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്? വീടുകളിൽ മെയിൻലി ഓഫീസിൽ, അതുപോലെ ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. റിസോർട്ട്സ് എല്ലായിടത്തും കൊടുക്കാം. നമ്മൾ ഇപ്പൊ കണ്ട ഷീറ്റുകൾക്ക് എല്ലാം ആക്സസറീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതുപോലത്തെ ആക്സസറീസ് വരുന്നുണ്ട്. അപ്പൊ ഈ ബീഡിങ്സ് ഒക്കെ കൊടുത്തതിന് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിട്ട്. അടുത്തതാണ് സ്റ്റോൺ പാനൽ കേട്ടാ. നമുക്ക് ഗ്ലോസി ഫിനിഷ് വേണ്ട, മാറ്റ് ഫിനിഷ് അല്ലെങ്കിൽ ടെക്സ്ചർ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തെ ചൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വരുന്നുണ്ട്. അതായത് നമ്മളൊരു സ്റ്റോൺ വെച്ച ഒരു ഫീൽ ഉണ്ടാവും അല്ലേ? ഒരു ഫീൽ കിട്ടും. അതെ. ഓക്കേ, ഇത് എത്ര പാറ്റേൺസ് ഇതിൽ വരുന്നുണ്ട്? ഇത് നമുക്ക് ഒരുപാട് പാറ്റേൺസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മളിപ്പോ കണ്ട സ്റ്റോൺ പാനൽ ഇല്ലേ, അതിന്റെ മറ്റൊരു ടൈപ്പ് ആണ് കേട്ടോ. ഇത് സ്റ്റോൺ പാനലിൽ തന്നെ ചെറിയൊരു ഫ്ലൂട്ടഡ് വരുന്ന ടൈപ്പാണ്. ഓക്കേ, ഇങ്ങനെയും ചെയ്യാം അല്ലേ? ഇങ്ങനത്തെ പാറ്റേൺസും ഉണ്ട്, ഇങ്ങനെയും ചെയ്യാം. ഓക്കേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതാണോ എന്നുള്ളത് കസ്റ്റമർക്ക് സെലക്ട് ചെയ്യാൻ കുറച്ചൊരു പാടായിരിക്കും. ശരിക്കും ഒരു കൺഫ്യൂഷൻ ആയി പോകും. എപ്പോഴും നമ്മൾ കാണുന്നതാണ്, അയ്യോ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നിട്ടാണ് എല്ലാവരും പോകുന്നത്. തീർച്ചയായിട്ടും അത്രയും കളേഴ്സ്, അത്രയും പാറ്റേൺസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതെ അതെ. ഈ ഒരു ഐറ്റം കണ്ടേ നിങ്ങൾ എന്താ പറയാ, കരിങ്കല്ലാണെന്നല്ലേ? പക്ഷെ അല്ലട്ടോ, ഞാൻ ഇപ്പൊ എടുത്ത് കാണിക്കാം. ഈ കരിങ്കല്ലേ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത്ര സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് എടുക്കാം. എവിടെയാണ് ഇത് ചെയ്യുന്നത്? ഇത് നമുക്ക് ഒരു വാളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് നമുക്കിപ്പോ ഒരു ചെടിയുള്ള പോർഷനോ അല്ലെങ്കിൽ വെള്ളമുള്ള പോർഷനൊക്കെ ഉണ്ടല്ലോ, ആ പോർഷൻസ് ഒക്കെ ചെയ്തതിന് ശരിക്കും ഒരു പാറ ചെയ്ത ഒരു ലുക്ക് കിട്ടും കേട്ടോ. മാത്രം ഇത് മാത്രമല്ല, നമുക്ക് വേറെ പാറ്റേൺസും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിൽ പെട്ടതാണ്. ഇതെല്ലാം ഇതിൽ പെട്ടതാണ്. പല ഡിസൈൻസിൽ, പല പാറ്റേൺസിൽ. ഇത് നമുക്ക് ഇങ്ങനെ കാണുന്നെങ്കിൽ ഇത് ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും വാട്ടർ റെസിസ്റ്റന്റ് ആണ് കേട്ടോ. വെള്ളം തട്ടിയ ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഫയർ റെസിസ്റ്റന്റും ആണ്, വാട്ടർ റെസിസ്റ്റന്റും ആണ്, ടെർമിറ്റ് റെസിസ്റ്റന്റും ആണ് കേട്ടോ. ഈ കാണുന്നത് WPC പാനൽസ് ആണ് കേട്ടോ. ഇത് നമുക്ക് പല തിക്നെസ്സിലും പല കളേഴ്സിലും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നമ്മൾ മെയിൻലി ചെയ്യുന്നത് വാളിന് ആൻഡ് സീലിംഗിനാണ് കേട്ടോ. ഈ കാണുന്നത് 8 mm തിക്നെസ് ആണ് കേട്ടോ. ഇത് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന തിക്നെസ് ഇത് നോക്കുകയാണെങ്കിൽ 8 mm, ഇത് 12 mm, അതുപോലെ ഇത് 17 mm, 18 mm, 24 mm, അതുപോലെ 28 mm കേട്ടോ. ഇത്രയും തിക്നെസ് ആണ് നമുക്ക് ഇവിടെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ എളുപ്പമാണോ? ഇതിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ ഈസി ആണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ജനറൽ വർക്കേഴ്സിന് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ എല്ലാ പ്രോഡക്ട്സും തന്നെ ജസ്റ്റ് കാർപ്പന്റേഴ്സോ അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റേഴ്സോ അവർക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചാൽ, ജസ്റ്റ് നമുക്ക് ഇത് ഗമ്മിൽ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ WPC ക്ലാമ്പ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തിട്ട് ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ വാളിലേക്ക് കൊടുത്ത് ഇവിടെ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് പോയാൽ മതി. എന്നിട്ട് ഇന്റർലോക്കിംഗ് വരും, ആ പോർഷൻ കാണത്തില്ല. അപ്പൊ ഇത് പ്രത്യേകമായിട്ട് നിങ്ങളുടെ ആൾക്കാരെ വന്ന് ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് നോർമലി വർക്കേഴ്സിന് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇൻ കേസ് അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ വർക്കേഴ്സ് പോയി ചെയ്തു കൊടുക്കും? തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പ്രശ്നമില്ല. നമുക്ക് ഓരോ ഡിസ്ട്രിക്റ്റിലും നമുക്ക് വർക്കേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ വർക്കേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത് PVC പാനലാണ് കേട്ടോ. ഇത് നമുക്ക് വാളിലും സീലിംഗിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. PVCയുടെ ഫ്ലാറ്റ് പാനലാണ്. 10 അടി ലെങ്ത്തും 15 ഇഞ്ച് വിഡ്ത്തും വരുന്നതാണ്. ഇതിൽ തന്നെ ഇത്രയും പാറ്റേൺസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഗ്രൂവ്ഡ് ടൈപ്പും ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ തന്നെ PVCയുടെ ഗ്രൂവ്ഡ് കിട്ടും, 2 ഗ്രൂവ്ഡ്. ഇതൊക്കെ നമുക്കൊരു വുഡൻ ടച്ചിൽ വരുന്നോണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ? ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫിനിഷിംഗ് കിട്ടും. വുഡ് വെച്ച് ചെയ്ത പോലെ ആ ഒരു ഫീലിംഗ് തന്നെ. ഇതാണ് കേട്ടോ സോഫിറ്റിന്റെ ഫ്ലൂട്ടഡ് പാനൽ. ഇത് നമുക്ക് മെയിൻലി ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇന്റർലോക്ക് ചെയ്തിട്ട് നമുക്ക് ഈ പില്ലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ റൗണ്ട് ആയിട്ടുള്ള, അതൊക്കെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് ഒടിക്കാനും മടക്കാനും ഒക്കെ പറ്റും.
അതന്നെ ഒടിക്കാൻ മടക്കാൻ നമുക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്ന ഐറ്റം ആണ്. പൊട്ടി പോകത്തില്ല. ഇതിലൊക്കെ നമുക്ക് വെള്ളം തട്ടുന്ന ഇഷ്യൂ ഉണ്ടോ? ഒരു പ്രശ്നമില്ല. നമ്മുടെ ഇവിടുത്തെ പ്രോഡക്റ്റിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ റെസിസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ ഫയർ റെസിസ്റ്റന്റ് ആണ്, ടെർമിറ്റ് റെസിസ്റ്റന്റ് ആണ് കേട്ടോ. എല്ലാ പ്രോഡക്ട്സും അതിന് നമുക്ക് വാറന്റിയും കൊടുക്കാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റ്സിനും നമുക്ക് ഒരു 10 വർഷം വരെ വാറന്റി വരുന്നുണ്ട്. 10 വർഷം വാറന്റി വരുന്നുണ്ട്. ഇത് സെറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണോ? അതാ ഈ കാണുന്ന പോലെ നമുക്ക് ജസ്റ്റ് ഇന്റർലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത്ര എളുപ്പമാണ് ഇത് ചെയ്യാൻ വേണ്ടി. നമ്മളിപ്പോ കണ്ട ഐറ്റം പോലെ തന്നെയാണ് സോഫിറ്റ് പാനൽ. ഈ പാനലിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലെക്സിബിൾ ടൈപ്പ് ആണ് കേട്ടോ. ഇങ്ങനെ ഇത്ര വരെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് വരും. നമുക്ക് തൂണുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇങ്ങനെ മടക്കുന്ന സമയത്ത് സത്യത്തിൽ ടെൻഷൻ ആവുന്നത് പൊട്ടി പോകും. അതെ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതുണ്ടോ ഞാൻ ലൈവായിട്ട് അതെ നമുക്ക് ഇങ്ങനെ കർവ് പോലെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇത് വാളിനും യൂസ് ചെയ്യാം, സീലിംഗിന് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ പില്ലേഴ്സിന് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം ഒരുപോലെ തന്നെ. അതേപോലെ തന്നെ ഫിറ്റിംഗ്സിനൊക്കെ പ്രത്യേകമായിട്ട് ആക്സസറീസിന്റെ ഒക്കെ ആവശ്യം വരുന്നുണ്ടോ? ഇതിന് നമുക്ക് മെയിൻലി വരുന്നത് J ചാനൽ ആൻഡ് H ചാനലാണ് കേട്ടോ. അതും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതെല്ലാം അതിൽ പെട്ടതാ. നമ്മൾ ഏത് കളറാണോ എടുക്കുന്നത് അതിന്റെ സെയിം ചാനൽ നമുക്ക് ആ കളേഴ്സിൽ തന്നെ ഇവിടുന്ന് കിട്ടും. ഈ കാണുന്ന ഐറ്റം ഉണ്ടല്ലോ, എല്ലാവരും നോക്കി നടക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. നമുക്ക് ഇൻസ്റ്റന്റില് ഒരു ഭിത്തി ചെയ്യാൻ വേണ്ടിട്ട്, ഇപ്പൊ ഓഫീസ് റൂം ആണെങ്കിലും നമ്മുടെ വീടിന്റെ റൂമൊക്കെ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് തിരിക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് PVCയുടെ പാർട്ടീഷൻ ബോർഡ് കേട്ടോ. റൂംസ് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ ഒരു വൺ സൈഡ് മാത്രമാണ് ഇതിന്റെ കളർ, രണ്ട് സൈഡ് കളർ കിട്ടുമോ? രണ്ട് സൈഡും ഒരുപോലെ തന്നെ ഒരേ ഫിനിഷിംഗിൽ വരുന്നതാണ് കേട്ടോ. ഡബിൾ സൈഡ് ആയിട്ടാണ് വരുന്നത്. അതെ. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചാൽ വേറെ ആക്സസറീസോ കാര്യങ്ങളോ ഒന്നും ഇതിന് വേണ്ട. അത് ഈ താഴെ കാണുന്ന എൻഡ് ചാനൽ മാത്രം മതി. നമുക്ക് ഇത് 4 സൈഡിലും കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിനിഷിംഗിൽ കിട്ടും കേട്ടോ. ഇതാണ് ഫസ്റ്റ് ആദ്യം കൊടുക്കുന്നത്. ഇത് നമ്മൾ ഫ്ലോറിലേക്ക് ജസ്റ്റ് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ആക്കാം. എന്നിട്ട് ജസ്റ്റ് ഇത് ഇന്റർലോക്ക് ചെയ്ത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഈ കാണുന്ന ഐറ്റം ആണ് കേട്ടോ സ്റ്റോൺ കോട്ടന്റെ റൂഫിംഗ് ഷീറ്റ്. ഈ ഐറ്റം നമ്മുടെ അടുത്തുണ്ട്. ഇതിന്റെ ബേസ് നോക്കുകയാണെങ്കിൽ സ്റ്റീലാ വരുന്നത്. കോട്ടിംഗ് വരുന്നത് ഒറിജിനൽ സ്റ്റോൺ ആണ് കേട്ടോ. 10 വർഷം വാറന്റിയും ഉണ്ട്. ഇതിന്റെ കളേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? നമുക്ക് 5 കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന്റെ ആക്സസറീസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇതിന്റെ റിഡ്ജ് ക്യാപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ വരുന്നുണ്ട്. ഇനി ടൈലിന്റെ മാർബിളിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടാ. ഇത് മതി. ഇത് നമ്മൾ ഫ്ലോറിംഗ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. SPC ഫ്ലോറിംഗ് ആണ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇന്റർലോക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോ ചെയ്ത് കാണിച്ചു തരാവേ. ഇത് വേറൊരാളുടെ ആവശ്യമേ ഇല്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്ത് അങ്ങ് ഇട്ടിട്ട് പോയാൽ മതി. വെച്ച് അങ്ങ് പോയാൽ മതി. അതുപോലെ തന്നെ ഇത് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. വെള്ളം വീണ ഒരു പ്രശ്നമില്ല. എത്ര വെയിറ്റ് ഉള്ളത് ഇത് വീണാലും പ്രശ്നമില്ല. ഇതിന്റെ മുകളിൽ വെച്ചാലും പ്രശ്നമില്ല. പൊട്ടിപ്പോവുക കാര്യങ്ങളൊന്നും ഇല്ല ടൈല് പോലെ. ഇതിന്റെ താഴെ ഭാഗത്ത് എന്താണ് വരുന്നത്? ഇതിന്റെ താഴെ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒരു ഫോം വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഫ്ലോർ നോക്കുകയാണെങ്കിൽ ഈ ഫ്ലോർ പോലെ വരുന്നിടത്ത് നമുക്കൊരു ഗ്രിപ്പ് കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇതിന്റെ പുറകിൽ ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞു. ഇനി ഇതൊരു കസ്റ്റമർക്ക് എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? നമുക്ക് ഓൺലൈൻ ആയിട്ടും പർച്ചേസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെയർ ഹൗസിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം. ഓൺലൈൻ എന്ന് പറയുമ്പോൾ കസ്റ്റമർക്ക് എങ്ങനെ പ്രൊഡക്റ്റ് കാണാനുള്ള ഒരു ഓപ്ഷൻ എങ്ങനെയാണ്? നമുക്ക് എൻക്വയറി ചെയ്യുമ്പോൾ നമ്മൾ വാട്സാപ്പിൽ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും, കാറ്റലോഗ് കൊടുക്കും. അവർക്ക് ഏതാണോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് അത് നമുക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് കൊടുക്കും. നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. ഇത് ഈ ഒരു ബിസിനസ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ മൈൻഡിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്, നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ് അവർക്ക് സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട്. നമ്മൾ ഓരോ ഡീലർഷിപ്പും കൊടുക്കുന്നുണ്ട് ഓരോ ഡിസ്ട്രിക്റ്റിലേക്ക്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഷോറൂമും അതുപോലെ ഒരു 5 lakhs കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീലറായിട്ട് മാറാട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 5 lakhs ഫുൾ ആയിട്ട് നമുക്ക് ഡെപ്പോസിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ തരുന്ന പേയ്മെന്റിന് നമുക്ക് ഇവിടുന്ന് സ്റ്റോക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തരാ ചെയ്യുന്നത്. മാത്രമല്ല നമ്മളിവിടുന്ന് ബാക്ക് ആൻഡ് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആർക്കിടെക്ട്സ് സപ്പോർട്ട് വേണം, ഇന്റീരിയർ ഡിസൈനേഴ്സ് സപ്പോർട്ട് വേണം. അതെല്ലാം നിങ്ങൾക്ക് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ല, ഒരു വെറീഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മളിവിടുന്ന് എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ കൊടുക്കും. സ്റ്റാഫിന് ട്രെയിനിങ് കാര്യങ്ങളെല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിലും അതെല്ലാം നമ്മളിവിടുന്ന് ഫുള്ളി സപ്പോർട്ടഡ് ആണ് നമ്മുടെ ബിസിനസ് ബെഞ്ച്. ഇത് കൂടാതെ നമ്മൾ പ്രൊമോഷൻ സൈഡും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ നമ്മുടെ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ കൊടുത്തിട്ട് ഇപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലേക്ക് വരുന്ന എൻക്വയറീസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ആ ഡിസ്ട്രിക്റ്റിലുള്ള ഡീലർക്ക് നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. വേറെ ഒരു കമ്പനി ചെയ്യാത്ത ഡീലാണ് നമ്മൾ ചെയ്യുന്നത്. ആ എൻക്വയറീസ് ഡയറക്ട്ലി നമ്മുടെ കമ്പനി ആ ഡീലർക്ക് കൊടുക്കുക ചെയ്യുന്നത്. ആ ക്ലയൻസിനെ മുഴുവൻ അവർക്ക് കിട്ടാ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ വരുന്ന കോൾസ് നിങ്ങൾ നേരെ അവർക്ക് പാസ് ചെയ്യുക ചെയ്യുന്നത്. ഇത്രയാണ് ബിസിനസ് ബെഞ്ചിന്റെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കാഴ്ചകൾ നമ്മൾ കണ്ടിരിക്കുന്നല്ലേ. നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫ്ലോറിങ്ങിനും അതേപോലെ വാളിനും സീലിംഗും ഒക്കെ ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള പ്രോഡക്റ്റുകളും ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബിസിനസ് ബെഞ്ച് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്, അതേപോലെ തന്നെ ഇതിന്റെ പിന്നിലുള്ള ബിസിനസിന്റെ ഒരു സാധ്യത, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തേലും നിങ്ങൾക്ക് അറിയാൻ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കുക, നിങ്ങൾ സംസാരിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ,
ബൈ.